നഹ്മദുഹു വ നുസല്ലി അലാ റസൂലിഹിൽ കരീം. അമ്മാ ബഅദ്. കഴിഞ്ഞ ദിവസം നാട്ടികയിൽ നടന്ന കൂട്ടക്കുരുതി. ഉറങ്ങിക്കിടന്നവർക്കുമേൽ ലോറി പാഞ്ഞു കയറി 5 ജീവനുകൾ എടുത്തു. 2 ചെറിയ കുട്ടികളടക്കം 5 പേരെയാണ് കൊന്നുതള്ളിയത്. പ്രതികളായ ബെന്നി, അലക്സ് എന്നിവർ അമിതമായ മദ്യപാനത്തിന്റെ ഇരകളായിരുന്നു. ലഹരി ഉപയോഗിച്ചുകൊണ്ട് ലോറി ഓടിച്ചു. അത് കാരണമായി 5 ജീവനുകളാണ് ഒരു നിമിഷം കൊണ്ട് കശക്കിയെറിഞ്ഞത്. ലഹരി എല്ലാ തിന്മകളുടെയും ശിരസാണ് എന്ന ആപ്തവാക്യം ഇവിടെ സ്മരിക്കപ്പെടുകയാണ്. മദ്യപാനം ഒരാളെ അധമനാക്കി തീർക്കുന്നു. ജീവിതത്തിന്റെ ബറക്കത്തുകൾ, സന്തോഷങ്ങളെല്ലാം നഷ്ടപ്പെടുത്തുന്നു. പരിശുദ്ധ ദീനുൽ ഇസ്ലാം ലഹരി ഉപയോഗത്തെ ശക്തമായി എതിർത്തത് അതുകൊണ്ട് തന്നെയാണ്. മദ്യപാനത്തിന്റെ ഭവിഷ്യത്തുകളെ സംബന്ധിച്ച് 1400 വർഷങ്ങൾക്ക് മുമ്പ് പരിശുദ്ധമായ ഖുർആനും സുന്നത്തുകളും ലോകത്തെ ഉണർത്തുകയുണ്ടായി. ഇന്നമാ യുരീദു ശൈത്വാനു അൻ യുഖിയ ബൈനകുമുൽ അദാവത വൽ ബഗ്ളാ ഫിൽ ഖംരി വൽ മൈസിർ വയസുദ്ദകും അൻ ദിക്രില്ലാഹി വഅനിസ് സ്വലാഹ് ഫഹൽ അൻതും മുൻതഹൂൻ. മദ്യപാനത്തിലൂടെയും ചൂതാട്ടത്തിലൂടെയും പിശാച് നിങ്ങൾക്കിടയിൽ ലക്ഷ്യമാക്കുന്നത്, നിങ്ങൾക്കിടയിൽ ഉണ്ടാക്കുന്നത് വിദ്വേഷവും പകയുമൊക്കെയാണ്. ഫഹൽ അൻതും മുൻതഹൂൻ. നിങ്ങൾ അതിനെ ഉപേക്ഷിക്കാൻ തയ്യാറല്ലയോ? പരിശുദ്ധ ഖുർആനിൽ അല്ലാഹു തആല ചോദിക്കുകയാണ്. അതെ, ലോറി ഉടമയും കൂട്ടാളിയും മദ്യലഹരിയിലായിരുന്നു. മഅദല്ലാഹ്, അല്ലാഹു തആല കാത്തിരക്ഷിക്കുമാറാകട്ടെ. മദ്യപാനം എല്ലാ പ്രശ്നങ്ങളുടെയും തുടക്കമാണ്. അൽ ഖംറു ഉമ്മുൽ ഖബായിസ്. മുഴുവൻ ഉച്ച നീചത്തരങ്ങളുടെയും ഉമ്മയാണ്, അതിന്റെ ഹെഡാണ് മദ്യമെന്നുള്ളത്. ആധുനിക ലോകത്ത് മദ്യപാനം അത് സർവ്വസാധാരണമായി കൊണ്ടിരിക്കുകയാണ്. അള്ളാന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ ഒരു കാലഘട്ടത്തിലൂടെയാണ് നാം നടന്നു നീങ്ങിക്കൊണ്ടിരിക്കുന്നത്. വ്യഭിചാരവും മദ്യപാനവും വാദ്യോപകരണങ്ങളുമൊക്കെ പരസ്യമായി കഴിഞ്ഞാൽ, വ്യാപകമായി കഴിഞ്ഞാൽ അത് അന്ത്യനാളിന്റെ ലക്ഷണങ്ങളിൽ പെട്ടതാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല എല്ലാവിധ തിന്മകളിൽ നിന്ന് മാറി ജീവിക്കാൻ നമുക്കെല്ലാവർക്കും നല്ല തൗഫീഖ് പ്രദാനം ചെയ്യുമാറാകട്ടെ. റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻതസ് സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അൻതത് തവ്വാബുർ റഹീം. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു